അങ്ങനെ നമ്മുടെ മിക്സഡ് ഫ്രോക്ക് എല്ലാം കട്ട് ചെയ്ത് ഒരു ഫ്രോക്ക് ആക്കുന്നതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഡീറ്റെയിൽ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ നാത്തൂനൊരു ടോപ്പ് തന്നായിരുന്നു, അതിൻ്റെ ലൈനിങ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നതെന്നുള്ളത്. കാരണം പുതിയ ലൈനിങ് ഒന്നും നമുക്ക് കിട്ടിയില്ല. തന്ന ലൈനിങ് ഒക്കെ ആണെങ്കിലും കുറേയൊക്കെ ഭയങ്കര ചെറുതും അതുപോലെ തന്നെ അഴുക്കായി പോയതും വലിഞ്ഞു പോയതും ഒക്കെയാണ്. അപ്പോൾ കിട്ടിയ ലൈനിങ് ആയിക്കോട്ടെ, അതും പഴയതായതുകൊണ്ട് തന്നെ വലിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ കാര്യമാക്കിയില്ല, അവളുടെ ആഗ്രഹമല്ലേ എന്നോർത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. മാക്സിമം ലെവൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഫൈനലായപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ച അത്ര ലെവലായില്ല, എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായി എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ടാസ്ക്, തയ്യലിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ കുറേ പീസ് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. കാരണം എല്ലാം പ്ലീറ്റ്സ് ഇട്ടെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് തുണി കൊണ്ട് ആ ലൈനിങ്ങിൽ നമുക്ക് റൗണ്ടിൽ ഓരോ ലെയർ പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ലൈനിങ് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഡാർക്ക് ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന തുണികളെല്ലാം ലൈറ്റ് കളേഴ്സാണ്. അപ്പം ഈ ഒരു ഓറഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് ലുക്കേ പോകും. അപ്പം ഞാൻ ആ ഓറഞ്ച് കളർ കാണാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയെല്ലാം യൂട്ടിലൈസ് ചെയ്യാതെ എല്ലാം ഇതിൽ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ചിലപ്പം ചില ലെയറൊക്കെ ഞാൻ 3 കളർ തുണി വെച്ചിട്ട്, അതായത് നെറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മാക്സിമം അടിയിലത്തെ ലൈനിങ്ങിൻ്റെ കളർ അറിയാതിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്ന നെറ്റിനെല്ലാം ഏകദേശം ഒരു മാച്ചിങ് വരത്തുള്ളൂ. ഇല്ലേ ലൈനിങ്ങിൽ കൊണ്ട് എല്ലാം കൊണ്ട് കളയും. അതുപോലെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ലൈനിങ് വിരിവായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നി ഈ ഒരു ഫ്രോക്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒറ്റ ഒരു സിംഗിൾ പീസ് ലൈനിങ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ചെയ്തപ്പം അത്രയും വിരിവ് നമുക്ക് കിട്ടില്ല. അത്രയും നല്ല നമുക്ക് ഒട്ടും വിരിവ് കിട്ടിയിട്ടില്ല, ചെറുതായിട്ടൊരു വിരിവ് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പം ആൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആട്ടോ ഞാൻ ആദ്യമേ ചെയ്തത്. അപ്പോൾ അവൾ കൊച്ചെന്നോട് സ്ലീവ്ലെസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ചേച്ചിക്ക് എന്തോ സ്ലീവ്ലെസ് ഇടുന്ന ഇഷ്ടമായില്ല. പിന്നെ ഇതാണ് അതിൻ്റെ സ്ലീവ്ലെസ് ഇല്ലാത്ത, നമ്മൾ ഫ്രണ്ടിൽ പൂക്കളൊക്കെ വെക്കണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രോക്കിൻ്റെ പൂക്കളൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രണ്ടിൽ ജസ്റ്റ് ആ 3 മാത്രമേ വെച്ചിട്ടുള്ളൂ. അവൾ ഒരുപാട് വെക്കണമെന്ന് പറഞ്ഞു, ഞാൻ ആർഭാടമാക്കിയില്ല. അതുപോലെ ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു ലെയർ കാണുന്നുണ്ട്, ആ ലെയർ പീച്ച് കളർ, അതും എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ലീവിന് എന്തെങ്കിലും കാണിച്ച് സ്ലീവും കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിച്ചം കുറച്ച് തുണി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് നീളമൊന്നും ഇല്ലാത്ത നെറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതും 3 ലെയറാക്കി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ലെവലായിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും ഒപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. വീണ്ടും കാണാം. ടാറ്റാ.